കുറവായ സമയം ശുശ്രൂഷയ്ക്കായി കർത്താവിന്റെ ദാസൻ ജോൺസൺ പാസ്റ്റർ അവരുടെ ദൈവനാമത്തിൽ ക്ഷണിച്ചു കൊടുക്കുന്നു. കർത്താവ് എല്ലാവരും സഹായിക്കും. നീയാണ് ദൈവം മാറാത്തവൻ, ഒരു നാളും കൈവിടില്ല. നീയാണ് ദൈവം എന്നാശ്രയം, എനിക്കു നീ തണലേകിടും. നീയാണ് ദൈവം മാറാത്തവൻ, ഒരു നാളും കൈവിടില്ല. നീയാണ് ദൈവം എന്നാശ്രയം, എനിക്കു നീ തണലേകിടും. ദുഃഖിതനായേറ്റം വലഞ്ഞിടുമ്പോൾ, ഭാരതാലം മനം കേണിടുമ്പോൾ, ദുഃഖിതനായേറ്റം വലഞ്ഞിടുമ്പോൾ, ഭാരതാലം മനം കേണിടുമ്പോൾ, പലതിനെ ചൊല്ലി മനമൊരുകേണ്ട, കണ്ണീർ തുടയ്ക്കിടും യേശുനാഥൻ. പലതിനെ ചൊല്ലി മനമൊരുകേണ്ട, കണ്ണീർ തുടച്ചിടും യേശുനാഥൻ. നീയാണ് ദൈവം മാറാത്തവൻ, ഒരു നാളും കൈവിടില്ല. നീയാണ് ദൈവം എന്നാശ്രയം, എനിക്കു നീ തണലേകിടും. നീയാണ് ദൈവം മാറാത്തവൻ, ഒരു നാളും കൈവിടില്ല. നീയാണ് ദൈവം എന്നാശ്രയം, എനിക്കു നീ തണലേകിടും. എനിക്കു നീ തണലേകിടും. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. ഇന്ന് പകൽക്കാലം ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ സർവശക്തനാകുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടയാക്കുന്ന എല്ലാ നല്ല കൃപകൾക്കുമായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത്രത്തോളം ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാൻ കർത്താവിനെയാക്കി എല്ലാ മുഖാന്തരങ്ങളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പലതിനെ ചൊല്ലി മനമൊരുക്കുമ്പോൾ ഹല്ലേലൂയ പാട്ടുകാരൻ പാടിയതുപോലെ, നീയാണ് എന്റെ ദൈവം മാറാത്തവൻ, ഒരു നാളും അവൻ നമ്മെ കൈവിടില്ല. നീയാണ് ദൈവം മാറാത്തവൻ, എനിക്ക് നീ എന്ത് ചെയ്യും? തണലേകും. ഹല്ലേലൂയ. വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. ദൈവദാസൻ കുടുംബം കടന്നുവന്നിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പനിമിഷം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ എന്റെ ഹൃദയത്തിലേക്ക് നൽകിയ ഒരു ചെറിയ ആലോചന നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. അത് 42-ാം സങ്കീർത്തനം, അതിന്റെ 3-ാമത്തെ വാക്യം എടുക്കാം. നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എന്റെ കണ്ണുനീർ രാവും പകലും എന്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. ഈ വചനത്തെ ഓർത്തുകൊണ്ട് എല്ലാവരും സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. വളരെ അനുഗ്രഹീതമാകുന്ന ഒരു സങ്കീർത്തന ശുശ്രൂഷ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കാൻ കർത്താവ് സഹായിച്ചു. അതിനകത്ത് ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച്, ദൈവം ആരാണെന്നതിനെ കുറിച്ചും ദൈവത്തിന്റെ ശക്തിയെ കുറിച്ചും ഒക്കെ നമുക്ക് കേൾക്കുവാൻ ഇടയായി തീർന്നു. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ അതിനോട് ചേർന്ന് ഒരു വചനമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമേ ആ വചനത്തിന്റെ ഹെഡിങ്ങിൽ ഇങ്ങനെയാണ് കാണിക്കുന്നത്, എന്താണ്? നിന്റെ ദൈവം എവിടെ? ഹല്ലേലൂയ. ഇത് വലിയൊരു ചോദ്യമാണ്. ഇന്ന് സമൂഹത്തിൽ ഹല്ലേലൂയ ദൈവജനത്തെ പരിഹസിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ ദൈവത്തെ കുറിച്ചുള്ള ചിന്തയിൽ നിന്നും ഒരു മനുഷ്യനെ മാറ്റം വരുത്തുവാൻ വേണ്ടി സമൂഹം അല്ലെങ്കിൽ ലോകം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഒരു ദൈവ പൈതലിനോട് ചോദിക്കുന്ന ചോദ്യമാണ്, നിന്റെ ദൈവം എവിടെ? അതിന്റെ കാരണം എന്ത്? നാം ദൈവത്തെ സേവിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്ന
അല്ലെങ്കിൽ തന്റെ മക്കൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയും പ്രതികൂല സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പൊ ദൈവമാണ് നമ്മെ സഹായിക്കേണ്ടത് അല്ലേ? അപ്പോൾ ആ ദൈവത്തിന്റെ സഹായം നമുക്ക് ലഭിക്കാതെ പോകുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ഒരു മാറ്റം സംഭവിക്കുന്നതാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്ന് തോന്നുമ്പോൾ സമൂഹം നമ്മളോട് പരിഹാസ രൂപേണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സ്നേഹത്തോടെ ചോദിക്കുന്ന ചോദ്യമല്ല, നിന്റെ ദൈവം എവിടെ, ഇല്ലയോ? എന്റെ പിതാവ് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. കാരണം എന്റെ പിതാവിന് ആദ്യമേ 4 പെൺമക്കളാണ്. അവരെ വിവാഹം കഴിപ്പിച്ചു വിടുവാൻ സാഹചര്യങ്ങളൊന്നുമില്ല എന്ന് എന്റെ പിതാവിന്റെ സഹോദരങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് പലപ്പോഴും ഈ ചോദ്യം എന്റെ പിതാവിനോട് ചോദിച്ചിട്ടുണ്ട്. എങ്കിലും ആ ചോദ്യത്തിനൊക്കെ മറുപടി മാനുഷികമാകുന്ന നിലയിൽ മനുഷ്യർ കൊടുക്കേണ്ടി വരുന്നില്ല. ചോദ്യത്തിന്റെ മറുപടി കാലങ്ങൾ ദൈവം അതിനുവേണ്ടി പ്രവൃത്തിയിലൂടെ വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. ദൈവത്തെ നിഷേധിക്കുകയും ദൈവജനത്തെ പരിഹസിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ഒറ്റ ചോദ്യം കൊണ്ട് ചോദ്യകർത്താവ് ഉദ്ദേശിക്കുന്നത്. ദൈവത്തെ നിഷേധിക്കണം. നാം ദൈവത്തെ സേവിക്കുന്നു, ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധിക്കുന്നു, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നു. ഒരു ദൈവവൈദ്യനായി ജീവിക്കുമ്പോൾ പിശാചിന് ഇത് കാണുന്നത് വളരെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ ദൈവത്തെ നിഷേധിക്കുവാനും ദൈവജനത്തെ പരിഹസിക്കുവാനും വേണ്ടി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിന്റെ ദൈവം എവിടെ എന്നുള്ള ചോദ്യം. ഇന്നും നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമായത് ഓരോ ദൈവവൈദ്യന്റെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു ചോദ്യം കൂടിയാണ്. അതിന്റെ നടുവിലും നമ്മൾക്കൊരു ഉത്തമ ബോധ്യം ഉണ്ടായിരിക്കണം. ഈ ചോദ്യത്തിന് മറുപടി കർത്താവ് എനിക്ക് വേണ്ടി നൽകുവാനിടയാണ്. ഈ ചോദ്യം ഞാൻ ഈ ചോദിച്ച ചോദ്യം കോരഹപുത്രന്മാരുടെ സങ്കീർത്തനമാണ്. നമ്മൾ ഈ 42-ാം സങ്കീർത്തനം എന്ന് പറയുന്നത് ഇല്ലേ? ആസാഫിന്റെ സന്നിധി, ആസാബ് ഈ സങ്കീർത്തനങ്ങളിലിരിക്കുമ്പോഴും ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ദൈവസന്നിധിയിൽ അഭിമുഖീകരിച്ച ഒരു ചോദ്യമാണ് ഈ ചോദ്യം എന്ന് പറയുന്നത്. 79-ാം സങ്കീർത്തനം അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ഈ ചോദ്യം ആസാഫ് ഉദ്ധരിക്കുന്നുണ്ട്. വായിക്കാമോ? 79-ാം ദൈവം എവിടെയെന്ന് ജാതികൾ പറയുന്നത്. നോക്കണമേ, ഈ ചോദ്യം സങ്കീർത്തനക്കാരൻ ഉദ്ധരിക്കുന്ന കാലഘട്ടത്തിൽ, ഈ പുരാതനമാകുന്ന കാലഘട്ടത്തിൽ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ നടക്കുന്ന സാഹചര്യം വരുമ്പോൾ, ഈ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ പലപ്പോഴും അവരുടെ ഹൃദയത്തിലെ ചിന്താഗതി എന്താണെന്ന് ചോദിച്ചാൽ രാജ്യങ്ങളിൽ ഉള്ള ദൈവങ്ങൾ തമ്മിലുള്ള യുദ്ധമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. നോക്കണം, ജാതികളുടെ ദൈവവും ദൈവജനത്തിന്റെ ദൈവവും. ആ ചോദ്യമാണ് ആസാഫിന്റെ കാലഘട്ടത്തിൽ നിന്റെ ദൈവം എവിടെ? അപ്പോൾ ഈ ചോദ്യം എവിടെയാണ് ചെന്നെത്തി നിൽക്കുന്നത്? ദൈവത്തിലാണ് ഈ ചോദ്യം എത്തുന്നത്. അതുകൊണ്ടാണ് 115-ാം സങ്കീർത്തനം അതിന്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിക്കുമ്പോൾ 115-ാം സങ്കീർത്തനം 1-2 വായിച്ചു. ഞങ്ങൾക്കല്ലേ യഹോവേ, ഞങ്ങൾക്കല്ല, നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം നിന്റെ നാമത്തിന് തന്നെ മഹത്വം വരുത്തണമേ. ആമേൻ. എന്തിന് നോക്കണമേ, ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വം എടുക്കണമെങ്കിൽ ജാതികൾ ചോദിക്കുന്ന ചോദ്യത്തിന് ദൈവം ഉത്തരം നൽകണം, അല്ലേ? മനുഷ്യൻ ഉത്തരം പറയാൻ പറ്റൂ. ഞാനൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ഞാനൊരു പ്രതികൂല സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്നോട് വന്ന് ചോദിക്കുക നിന്റെ ദൈവം എവിടെയാ? എനിക്കൊരു ഉത്തരം പറയാൻ പറ്റുന്നില്ല. പക്ഷെ എനിക്കറിയാം എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ട്. പക്ഷെ എന്റെ ചോദ്യത്തിന്റെ ഉത്തരം എനിക്ക് പറയാൻ പറ്റത്തില്ല. അത് പറയേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഞാൻ സേവിക്കുന്ന എന്റെ ദൈവത്തിന്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് 115-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വം. ഈ ചോദ്യത്തിന്റെ നടുവിൽ അത് ഉയർത്തേണ്ടുന്ന ഉത്തരവാദിത്വം, മഹത്വം എടുക്കേണ്ടുന്ന ഉത്തരവാദിത്വം ആർക്കുള്ളതാണ്? ദൈവത്തിനുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ ജീവിതത്തിന് മേൽ ആഞ്ഞടിക്കുമ്പോൾ നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ കൂട്ടുകാർ, അല്ലെങ്കിൽ പലരും, അല്ലെങ്കിൽ സമൂഹം പലരും നമ്മോട് ചോദിക്കും, നീ ഈ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിന്റെ ദൈവം നിന്നെ സഹായിക്കാത്തത് എന്ന് നമ്മോട് ചോദിക്കുന്ന ചോദ്യത്തിന് ദൈവം ഉത്തരം നൽകുവാനിടയാകും. അത് ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മെ കാണിക്കുക തന്നെ ചെയ്യും. അത് നമ്മുടെ ജീവിതത്തിലെ പിതാക്കന്മാരുടെ അനുഭവം വെച്ച് നോക്കുമ്പോൾ
നമ്മുടെ മാതാപിതാക്കളും അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയപ്പെട്ടിരിക്കുന്ന ഭക്തന്മാരുടെ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോഴും ഈ ചോദ്യത്തിന്റെ ഉത്തരമൊക്കെ ദൈവത്തിന്റെ ഭക്തന്മാർക്ക് ദൈവം കൊടുത്തിട്ടുണ്ട്. മീഖയുടെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ ഇതുപോലെ ഒരു ചോദ്യം ആ പ്രവാചകന്റെ കാലഘട്ടത്തിലും ഉരുത്തിരിഞ്ഞു വന്നു. നിന്റെ ദൈവമായ യഹോവ എവിടെയെന്ന് എന്നോട് പറഞ്ഞവളെ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. വായിക്കാമോ? നോക്കണമേ, നിന്റെ ദൈവമായ യഹോവ എവിടെ എന്ന് പറഞ്ഞവളെ ലജ്ജ കൊണ്ട് മൂടിക്കുവാൻ ഇടയാക്കുന്നവനാകുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. വിശ്വാസത്തോടു കൂടി പറയുവാൻ ഇടയാകണം. നാം ലജ്ജിച്ചു പോകുവാൻ വേണ്ടി, നാം തലതാഴ്ത്തി നടക്കുവാൻ വേണ്ടി പിശാച് ആഗ്രഹിക്കുമ്പോൾ നിന്റെ ദൈവം എവിടെ എന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ യഹോവയാകുന്ന ദൈവം ആ ചോദിച്ചവരെ ലജ്ജ കൊണ്ട് മൂടിപ്പിക്കുവാൻ. അതിന് ഒറ്റ കാര്യം ചെയ്താൽ മതി. അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ ഹല്ലേലൂയ, ദൈവത്തിന്റെ സന്നിധികളിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? വിശ്വസ്തയോടുകൂടി നിലനിന്നാൽ മാത്രം മതി. 9-ാമത്തെ വാക്യം മൊത്തം വായിച്ചട്ടെ. മീഖയുടെ പുസ്തകം 7-ാം അധ്യായം 9. യഹോവ എന്റെ വ്യവഹാരം നടത്തി എനിക്ക് ന്യായം പാലിച്ചു തരുവോളം ഞാൻ അവന്റെ ക്രോധം വഹിക്കും. ഞാൻ അവനോട് പാപം ചെയ്തുവല്ലോ, അവൻ എന്നെ വെളിച്ചത്തിലേക്ക് പുറപ്പെടുവിക്കുകയും ഞാൻ അവന്റെ നീതി കണ്ട് സന്തോഷിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് സമൂഹം ചോദിക്കുന്ന ചോദ്യത്തിന്റെ മുമ്പിൽ ദൈവത്തിന്റെ നീതി കണ്ട് സന്തോഷിക്കുവാൻ ഇടയാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിശ്വസ്തയോടുകൂടി ദൈവത്തിൽ നിൽക്കുവാൻ ഇടയാകണം. കർത്താവിന്റെ സന്നദ്ധികൾ ദൈവത്തെ നിഷേധിക്കുവാനും അല്ലെങ്കിൽ ദൈവജനത്തെ പരിഹസിക്കുവാനും ഈ ചോദ്യശരങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടുകൂടി നിൽക്കുവാൻ ഇടയാകുന്ന ഓരോ വ്യക്തികൾക്കും ജീവിതത്തിൽ പറയുവാൻ പറ്റും, ഞാൻ അവന്റെ നീതിയെ കണ്ടുകൊണ്ട് സന്തോഷിക്കുവാൻ ഇടയാകുമെന്നാണ്. കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ പറ്റുമോ? ദൈവത്തിന്റെ നീതിയെ കണ്ടുകൊണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് സന്തോഷിക്കുവാൻ ഇടയാകുന്ന സാഹചര്യങ്ങൾ കർത്താവ് നമുക്ക് ഒരുക്കട്ടെ. ചോദ്യശരങ്ങൾ ഉയർന്നോട്ടെ. നിന്റെ ദൈവം എവിടെയെന്നുള്ള ചോദ്യങ്ങളൊക്കെ ഒന്നിനു പുറകെ ഒന്നായി നമ്മുടെ ജീവിതത്തിന്മേൽ കടന്നു വന്നാലും ദൈവവൈതലെ നമ്മൾ വിശ്വസ്തയോടുകൂടി ദൈവസന്നിധിയിൽ നിൽക്കുമെങ്കിൽ കർത്താവിന്റെ നീതിയെ കണ്ടുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ സന്തോഷിക്കുവാൻ ഇടയാകും. അതിൽ ലജ്ജ കൊണ്ട് മൂടുന്നത് ആരാ? നമ്മോട് ചോദിച്ചവരെ ലജ്ജ കൊണ്ട് മൂടുവാൻ ഇടയാകും. അതാണ് കർത്താവിന്റെ നീതി എന്ന് പറയുന്നത്. അതാണ് ദൈവത്തിന്റെ വിശ്വസ്തത എന്ന് പറയുന്നത്. അതാണ് ദൈവത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്. ഈ മഹത്വമാണ് നമ്മൾ ദൈവത്തിന് വേണ്ടി കൊടുക്കേണ്ടത്. ഇന്ന് പകൽക്കാലം നമ്മൾ കേട്ടത് വിധം ദൈവത്തിന് മഹത്വം കൊടുക്കുകയും എന്തിനു വേണ്ടിയാണ് ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടത്? ദൈവത്തിന്റെ നീതിയെ കണ്ടുകൊണ്ട് സന്തോഷിക്കുവാൻ ഇടയാകണമെങ്കിൽ ദൈവത്തിന് കൊടുക്കേണ്ടുന്ന മഹത്വം നമ്മൾ കൊടുക്കുവാൻ ഇടയാകണം. എത്ര പേർക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് മഹത്വം കൊടുക്കുവാൻ പറ്റും? സ്തുതി സ്തോത്രങ്ങളാകുന്ന മഹത്വങ്ങൾ കൊടുക്കുവാൻ ഇടയാകണം. ദൈവത്തിന് ബലം കൊടുക്കുവാൻ ഇടയാകണം. നമ്മൾ ശക്തി കൊടുക്കുവാൻ ഇടയാകണം. അവിടെ ദൈവത്തിന്റെ നീതിയെ കണ്ടുകൊണ്ട് നമുക്ക് സന്തോഷിക്കുവാൻ ഇടയാകും. ഒരുപക്ഷെ നമുക്കിപ്പോൾ സന്തോഷം തോന്നുന്നില്ല, ഇല്ലേ? ഒരുപക്ഷെ നമുക്കിപ്പോൾ ദുഃഖമായിരിക്കും. പക്ഷേ സമയങ്ങളിൽ മുൻപോട്ട് പോകും തോറും അല്ലെങ്കിൽ ദൈവത്തിന്റെ നീതിയെ കണ്ടുകൊണ്ട് സന്തോഷിക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ തന്റെ മക്കൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കുമെന്ന് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആലോചനയായി ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ ചോദ്യം സാധാരണയായി ഉണ്ടാകുന്നത് ദൈവമക്കൾക്കാണ്, ഇല്ലേ? ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് ഈ ചോദ്യം ഉണ്ടാകുന്നത്. അതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു സംശയം ഉളവാപ്പിക്കുക എന്നുള്ളതാണ്, ഇല്ലയോ? നമ്മുടെ ഉള്ളിൽ ഒരു സംശയം ഉണ്ടാകണം. പിശാചിന്റെ തന്ത്രമായത്. ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ ദൈവത്തിന് കൊടുക്കേണ്ടുന്ന മഹത്വവും ആരാധനയും ഒക്കെ കൊടുക്കാതെ അല്ലെങ്കിൽ ഒരു സംശയത്തിന്റെ ഒരു നിഴലിൽ നമ്മെ കൊണ്ടുവന്ന് നിർത്തിക്കുക. ഭയങ്കര തന്ത്രശാലിയായി പിശാച്. മനസ്സിലാക്കുന്നുണ്ടോ? ആരാധനയ്ക്ക് വരുമ്പോൾ ദൈവത്തിന് കൊടുക്കേണ്ടുന്ന ആരാധനയും ദൈവത്തിന് കൊടുക്കേണ്ടുന്ന മഹത്വവും അർപ്പിക്കുവാൻ ഇടയാകാതെ ഈ ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കും. ചോദിച്ചില്ലെങ്കിലും ഈ ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. മറ്റുള്ളവർ ചോദിച്ചില്ലെങ്കിലും നമ്മുടെ ഉള്ളിൽ വരും, കർത്താവ് എനിക്ക് ഇങ്ങനെ ഒരു ശോധന, എനിക്കിങ്ങനെ ഒരു അവസ്ഥ. അതിലൂടെ അതിലെ പിശാച് കൊണ്ടുവരുന്ന ഒരു സംശയം. ഈ സംശയം തുടങ്ങിയത് എവിടെയാണെന്ന് അറിയാമോ? യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുന്നേ ഉപവസിച്ച്
യേശു ക്രിസ്തു കടന്നു വരുമ്പോൾ പിശാച് കൊണ്ടുവന്ന ഒരു ചോദ്യമുണ്ട്. എന്തുവാണെന്നറിയാമോ? നീ ദൈവപുത്രൻ എങ്കിൽ. യേശു ക്രിസ്തുവിന് ഒരു സംശയം ഹൃദയത്തിലേക്ക് കൊണ്ടുവരുത്തുവാൻ വേണ്ടി പിശാച് കൊണ്ടുവന്ന ഒരു തന്ത്രമാണ്. ഒരു വലിയ ദൗത്യവുമായിട്ടാണ് യേശുദേവൻ വന്നിരിക്കുന്നത്, ഇല്ലയോ? പിതാവാകുന്ന ദൈവം തന്റെ പുത്രനെ വലിയൊരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഒരു വലിയ ദൗത്യം ഏർപ്പെടുത്തിയിട്ടാണ് ഭൂമിയിലേക്ക് അയച്ചത്. തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്വം എന്താണെന്നും താൻ ദൈവപുത്രനാണെന്നും ഈ ഭൂമിയിലേക്ക് വന്നതാണെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ യേശുവിനറിയാം, ഇല്ലയോ? ജഡത്തിൽ വസിക്കുന്ന യേശു ക്രിസ്തുവിന് അറിയാം ഞാൻ ദൈവത്തിന്റെ പുത്രനാണ്. ഇത് സമൂഹം മുഴുവനും അറിഞ്ഞ കാര്യവുമാണ്, ഇല്ലയോ? ഇത് സമൂഹം അറിയാത്ത കാര്യമൊന്നുമല്ല യേശു ദൈവപുത്രനല്ല എന്നുള്ളത്. ഒരു വിശുദ്ധ പ്രജ നിന്റെ ഉള്ളിൽ ഉരുവാകുമെന്നും അവൻ ദൈവപുത്രനായിരിക്കുമെന്നും മറിയയോടുകൂടി ആര് പറഞ്ഞിട്ടുണ്ട്? ദൂതൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആർക്കറിയാം ഇത്? മറിയയ്ക്കും മറിയയുടെ കുടുംബത്തിൽപ്പെട്ടവർക്കും അറിയാം ഇത് യേശുദേവൻ ആരാ? ദൈവപുത്രനാണ്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ മുകളിൽ 4-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം എടുത്താട്ടെ. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്ന്, ആമേൻ, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. അതിനവൻ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. രണ്ടാമത്തെ ഭാഗമുണ്ട്. വായിച്ചു. പിന്നെ പിശാച് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത്തിൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ താഴത്തോട്ട് ചാടുക. അപ്പൊ നോക്കണമേ, 2 പ്രാവശ്യമാണ് ദൈവത്തിന്റെ പുത്രനാകുന്ന യേശുക്രിസ്തുവിന്റെ ഹൃദയത്തിലേക്ക് ഒരു സംശയം ജനിപ്പിക്കുവാൻ വേണ്ടി പിശാച് കൊണ്ടുവന്നിട്ടത്. പിശാചിനെ ഹല്ലേലൂയ മൊത്തത്തിൽ അറിയാവുന്ന ഒരു കാര്യമായിട്ട് ദൈവപുത്രൻ തന്നെ, ഇല്ലയോ? പിശാചിന് അറിയത്തില്ലയോ ദൈവപുത്രനാണെന്ന്? യേശുക്രിസ്തു സ്നാനമേറ്റ് കയറി വരുമ്പോൾ സ്വർഗത്തിൽ നിന്നും പരിശുദ്ധാത്മാവ് പ്രാവന്ന രൂപേണ ഇറങ്ങി വന്നതുകൊണ്ട് വിളിച്ചു പറയുന്ന ഒരു ശബ്ദമുണ്ട്. എന്തുവാ? ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇത് ആര് കേട്ടിട്ടുണ്ട്? പിശാചിന് അറിയത്തില്ല ഇത് ദൈവപുത്രനല്ലെന്ന് ആണെന്ന്. എങ്കിലും പിശാച് യേശുവിന്റെ ഹൃദയത്തിലേക്ക് ഒരു സംശയം കൊണ്ടുവരുത്തുവാൻ ആഗ്രഹിക്കുക. ഇന്ന് ലോകം എങ്ങനെയാ? കാര്യമെല്ലാം അറിയാമെങ്കിലും നമ്മെക്കുറിച്ച് നന്നായിട്ട് അറിയാം, നമ്മൾ ദൈവവൈതലാണെങ്കിലും നമ്മുടെ ഉള്ളിൽ ഒരു സംശയം. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്നും കർത്താവ് നമുക്ക് മറുപടി നൽകുമെന്നും ഒരു ഉത്തമ ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുമ്പോൾ തന്നെ പിശാച് ചില സംശയങ്ങൾ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരും. നടക്കുമോ? നടക്കത്തില്ലേ? 2 വിധത്തിൽ, ഇല്ലേ? ഞാൻ ഉൾപ്പെടെ ഹല്ലേലൂയ പലപ്പോഴും മാനുഷികമാകുന്ന നിലയിൽ ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ വായിക്കുമ്പോഴാണ് കർത്താവേ ഹല്ലേലൂയ യേശുവിന്റെ അടുത്ത് പോലും പിശാച് ചെന്നിട്ട് ഇങ്ങനെ പരീക്ഷകൾ അല്ലെങ്കിൽ അവന്റെ ഹൃദയത്തിൽ യേശുദേവന്റെ ഹൃദയത്തിലേക്ക് സംശയം ജനിപ്പിക്കുവാൻ തക്ക കഴിവുള്ള ഈ പിശാച് ഹല്ലേലൂയ മനുഷ്യരുടെ ഹല്ലേലൂയ സാധാരണക്കാരനാകുന്ന മനുഷ്യരുടെ ഉള്ളിൽ സംശയങ്ങൾ ജനിപ്പിച്ച് അതിൽ വീഴ്ത്തുവാൻ പറ്റത്തില്ലയോ? ഹല്ലേലൂയ വീണുപോകരുത്, വീണുപോകരുത്. ദൈവസന്നിധിയിൽ വിശ്വസ്തയോടുകൂടി നാം സേവിക്കുന്ന ദൈവത്തിന്റെ പുത്രൻ നമ്മോടുകൂടെയുണ്ട്. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ സ്വർഗത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ. അതിന്റെ 17-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ വായിച്ചത്. ആമേൻ, ഹല്ലേലൂയ. അതിൽ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം കൊടുത്ത് വായിച്ചാട്ടെ. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. ആര് പറഞ്ഞ വാക്കാണെന്ന് അറിയാമോ? അത് ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാകുന്ന ക്രിസ്തു. ശീമോന് ഹല്ലേലൂയ ഇത് വെളിപ്പെടുത്തി കൊടുത്തത് ആരാ? സ്വർഗത്തിലെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവരുടെയൊക്കെ സംശയങ്ങളെ മാറ്റിക്കൊടുക്കുവാനാണ് ഇങ്ങനെയൊക്കെ കൊണ്ടുവരുന്ന ദൈവത്തിന്റെ ആത്മാവ്. എന്തുവേണമെന്ന് അറിയാമോ? ഹല്ലേലൂയ. ഇത് ദൈവപുത്രനാണെന്നുള്ള യാഥാർത്ഥ്യം ജനത്തിന്റെ ഇടയിൽ ഹൃദയത്തിലേക്ക് യഹോവയാകുന്ന ദൈവം പതിപ്പിക്കുകയാണ്. ഇവൻ ദൈവത്തിന്റെ പുത്രനാ. ആരാ വെളിപ്പെടുത്തി കൊടുക്കുന്നത്? ശീമോന് വെളിപ്പെടുത്തി കൊടുത്തത് ആരാ? സ്വർഗസ്ഥനാകുന്ന ദൈവമാ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. പിശാചിനും അറിയാം ഇവൻ ദൈവപുത്രനാണെന്ന്. യഥാർത്ഥത്തിൽ മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. അശുദ്ധാത്മാക്കളും അവനെ കാണുമ്പോഴൊക്കെയും അവന്റെ മുമ്പിൽ വീണു, നീ ദൈവപുത്രൻ എന്ന് നിലവിളിച്ചു
പറയും. അവൻ നോക്കണമേ, അശുദ്ധാത്മാക്കൾ, പിശാചു ബാധിച്ച മനുഷ്യർ അല്ലെങ്കിൽ അശുദ്ധാത്മാക്കൾ പലരും അല്ലെങ്കിൽ ദൈവപുത്രന്റെ മുമ്പിൽ വന്നു നിന്നുകൊണ്ട് പറയണത് നീ ദൈവപുത്രനാണ്. ഈ ചോദ്യമാണ് യേശുവിന്റെ അരികിൽ വന്നു നിന്നുകൊണ്ട് പിശാച് ചോദിക്കുകയാണ്. എന്തോ ചോദിക്കുന്നേ? എന്താ ഉദ്ദേശം? മറ്റൊന്നുമല്ല, അല്ല ഒരു സംശയം ജനിപ്പിക്കണം. ഇന്നും നമ്മുടെ ഹൃദയത്തിലേക്ക് സംശയങ്ങളെ ജനിപ്പിക്കുന്നത് പിശാചിന്റെ തന്ത്രമാണ്. പലപ്പോഴും ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിലേക്ക് വെളിപ്പെട്ടു വരുവാൻ ഇടയാകാത്തതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് പലപ്പോഴും സംശയത്തിന്റെ നിഴലിൽ നമ്മൾ നിൽക്കുന്നത് കൊണ്ടാണ്. ഇന്ന് ആരുടെയെങ്കിലും ഹൃദയത്തിൽ സംശയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്ന് മാറുവാൻ ഇടയാകട്ടെ. കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. കർത്താവ് എന്റെ കാര്യങ്ങൾ നടത്തി തരും. ഞാൻ വിശ്വസ്തയോടുകൂടി നിൽക്കുമ്പോൾ ദൈവത്തിന്റെ നീതി കണ്ട് സന്തോഷിക്കുവാൻ, മിഖാ പ്രവാചകൻ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ നീതിയെ കണ്ടുകൊണ്ട് സന്തോഷിക്കുവാൻ ഇടയാകുന്ന ജീവിത സാഹചര്യം കർത്താവിന്റെ ജീവിതത്തിൽ കൊണ്ടുവരും. ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള ഒറ്റ കാര്യം ഇതാണ്. യേശു ക്രിസ്തുവിനെ പോലും സംശയത്തിലേക്ക് കൊണ്ടുവരുത്തുവാൻ പിശാച് ശ്രമിച്ചുവെങ്കിൽ നമ്മുടെ ജീവിതത്തിന് മേലും പിശാച് പല തന്ത്രങ്ങളും കൊണ്ടുവരും. ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ ദൈവപ്രവൃത്തിയിലേക്ക് കൊണ്ടെത്തിക്കുവാൻ ഇടയാകാത്ത വിധത്തിൽ ചില സംശയങ്ങളെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ദൈവത്തിന് കൊടുക്കേണ്ടുന്ന മഹത്വവും ദൈവത്തിന് കൊടുക്കേണ്ടുന്ന ആരാധനയും അർപ്പിക്കുവാൻ കഴിയാതെ നമ്മൾ ആയിരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ സംശയങ്ങളൊക്കെ മാറുവാൻ ഇടയാകട്ടെ. അങ്ങനെ സംശയങ്ങൾ മാറുവാൻ ഇടയാകണമെങ്കിൽ ദൈവത്തെ കുറിച്ചുള്ള ഒരു ചിന്ത നമ്മൾക്കുണ്ടാകണം. ദൈവം ആരാണെന്നുള്ള കാര്യം നമ്മൾക്ക് അറിയുവാൻ ഇടയാകണം. നാം സേവിക്കുന്ന ദൈവം, പിശാച് ചോദിച്ചത് നീ ദൈവപുത്രനെങ്കിൽ പിശാചിനറിയാം അല്ലെങ്കിൽ നാം സേവിക്കുന്നത് ആരെയാ. ഇതൊരു ഉറപ്പും ഒരു ധൈര്യവും നമ്മൾക്കുണ്ടാകണം. നാം സേവിക്കുന്നത് മറ്റേ ആരെയുമല്ല, നാം സേവിക്കുന്നത് നമ്മുടെ ദൈവത്തെയാണ്, നമ്മുടെ വീണ്ടെടുപ്പുകാരനെയാണ്. ആ ദർശനമാണ് നമ്മൾക്ക് പ്രാപിക്കേണ്ടത്. പകൽക്കാലം ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ച് സങ്കീർത്തനത്തിനോട് പറയുവാൻ, ദൈവത്തിന്റെ ശബ്ദത്തെ കുറിച്ച് ദൈവത്തെ കുറിച്ചും ഒക്കെ പറയുവാനിടയായി, ഇല്ലയോ? ദൈവത്തെ കുറിച്ച് ആഴമേറിയ ഒരു ദർശനം പ്രാപിക്കുവാൻ കഴിയുമ്പോഴാണ് ഈ സംശയങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറുവാനിടയാകുന്നത്. ദാവീദ് ദൈവസന്നിധിയിൽ വളരെ വിശ്വസ്തയോടുകൂടി നിന്നു. ദാവീദ് ദൈവസന്നിധിയിൽ വിശ്വസ്തയോട് കാര്യങ്ങളൊക്കെ നടത്തി. ദൈവസന്നിധിയിൽ ഒരുപാട് പ്രാർത്ഥിച്ചു, ആഗ്രഹിച്ചു. ദൈവത്തെ കുറിച്ചുള്ള വലിയൊരു ദർശനം ദാവീദിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ആ ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ ദാവീദ് എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഒരു ആലയം പണിയണമെന്നുള്ള ഒരു ആഗ്രഹം, ദൈവത്തെ കുറിച്ചുള്ള ചിന്ത. മനസ്സിലാക്കുന്നുണ്ടോ? ദൈവത്തെ കുറിച്ചുള്ള വലിയ ആഴമേറിയ ദർശനം പ്രാപിച്ച ദാവീദ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്, ദൈവത്തിന് വേണ്ടി ഒരു ആലയം പണിയണം. ദാവീദ് എന്ന് തീരുമാനിച്ചു. ദൈവസന്നിധിയിൽ സങ്കീർത്തനത്തിൽ ദാവീദ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുണ്ട് ഇതിനുള്ള ബന്ധത്തിൽ. ആ പ്രാർത്ഥനകൾക്കൊക്കെ കർത്താവ് മറുപടി കൊടുക്കുമെന്നുള്ള വിശ്വാസത്തിൽ ദാവീദ് ഒറ്റ കാര്യം തീരുമാനിച്ചു. എന്ത് ചെയ്തു? ആലയം പണിയണം. അതാണ് പ്രവാചകന്റെ അടുത്ത് എന്ന് പറഞ്ഞു. പ്രവാചകൻ എന്ത് ചെയ്തു? ഒറ്റയടി പണിയണം പറഞ്ഞു. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് ദാവീദിന്റെ ജീവിതത്തിന് മേൽ, ആ ഒരു കാര്യത്തിന് മേൽ ചില ആലോചനകൾ ദാവീദിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. ഹൃദയത്തിൽ ദൈവത്തെ കുറിച്ചുള്ള ദർശനം ഉണ്ടായപ്പോൾ, ദൈവം ആരാണെന്നുള്ള ചിന്തയുണ്ടായപ്പോൾ, ദൈവത്തിന് വേണ്ടി എന്ത് കൊടുക്കണമെന്നുള്ള ആഗ്രഹം വന്നപ്പോൾ, പകൽക്കാലവും അല്ലെങ്കിൽ ചിന്ത ദൈവസന്നിധിയിൽ വരുവാനിടയായല്ലോ, ദൈവത്തിന് കൊടുക്കുകയും ദാവീദിന്റെ ജീവിതത്തിൽ വന്നു. ആ ഒരു ചിന്ത, ദൈവത്തിന് വേണ്ടി എന്ത് കൊടുക്കുവാൻ പറ്റും? തന്റെ ആരോഗ്യവും ബലവും ശക്തിയും മുഴുവനുമായിട്ട് കൊടുത്താൽ പോരാ, ദൈവത്തിന് വസിക്കുവാൻ ഒരു ആലയം കൊടുക്കണം. ആ ചിന്തയിൽ ദാവീദ് ആലയം പണിയുവാൻ ആഗ്രഹിക്കുന്നു, ഇല്ലേ? വചനം എന്നെടുക്കാം. 132 സങ്കീർത്തനം. ദൈവസന്നിധിയിൽ ഒരു നേർച്ച പോലെ കഴിക്കുന്ന ഒരു ഭാഗം, 2 മുതലുള്ള വാക്യങ്ങൾ. ആമേൻ. ആമേൻ. ഞാൻ യഹോവയ്ക്കൊരു സ്ഥലം, യാക്കോബിന്റെ വല്ലഭന്റെ നിവാസം കണ്ടെത്തും വരെ ഞാൻ എന്റെ കൂടാരവീട്ടിൽ കിടക്കയില്ല, എന്റെ ശയ്യമേൽ കയറി കിടക്കുകയുമില്ല. ഞാൻ എന്റെ കണ്ണിന് ഉറക്കവും എന്റെ കൺപോളയ്ക്ക് മയക്കവും കൊടുക്കുകയില്ല. നാം എഫ്രാത്തയിൽ അതിനെക്കുറിച്ച് കേട്ട് വനപ്രദേശത്ത് അതിനെ കണ്ടെത്തിയല്ലോ. നോക്കണമേ, വലിയ ആഗ്രഹം ദൈവത്തെ കുറിച്ചുള്ള വലിയൊരു ദർശനം പ്രാപിക്കുവാൻ കഴിഞ്ഞ
യാതൊരു സംശയവുമില്ലാത്ത ദാവീദ് ദൈവത്തിന് വേണ്ടി ആലയം പണിയണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി കാര്യങ്ങൾ നടത്തുകയാണ്. പണിയുവാനുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ ഹല്ലേലൂയ, നാഥാൻ പ്രവാചകൻ എന്തുവാ ചെയ്തെന്നറിയാമോ? ദൈവത്തിന്റെ സന്നിധിയിൽ ആലോചന ചോദിക്കാതെ അവനൊരു മറുപടി കൊടുത്തു. പക്ഷെ ദൈവം അവന് ചില ആലോചനകൾ കൊടുത്തു. എന്തുവാ കൊടുത്തെന്നറിയാമോ? ഹല്ലേലൂയ, ദാവീദിനൊരു ഭാവി തലമുറ ഉണ്ടാകുമെന്ന്. നോക്കണമേ, ദൈവത്തെ കുറിച്ചുള്ള ഒരു ദർശനം, ദൈവം ആരാണെന്നുള്ള ചിന്ത ദാവീദിന്റെ ഹൃദയത്തിന്റെ മേൽ കടന്നു വന്നപ്പോൾ, അവൻ ദൈവത്തിന് വേണ്ടി ചിലത് കൊടുക്കുവാൻ തയ്യാറായപ്പോൾ ദൈവം അവന് വേണ്ടിയും ചിലത് കൊടുക്കുവാൻ ഇടയാകുന്നു. ആരെയും അവനെ കൊണ്ട് പണിയിപ്പിക്കത്തില്ല, പക്ഷെ അവനെ കൊണ്ട് ചെയ്തെടുക്കേണ്ടുന്ന ചില കാര്യങ്ങൾ അവനിലൂടെ ദൈവത്തിന്റെ ആത്മാവ്. 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 17-ാം അധ്യായവും 2 ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 1 മുതൽ 18-19 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവിന് ദാവീദിന്റെ ജീവിതത്തിൽ ചെയ്തെടുക്കുവാൻ കഴിയുന്ന കാര്യങ്ങളെ കുറിച്ച് വലിയൊരു അരുളപ്പാട് കൊടുക്കുവാൻ ഇടയാകുന്നു. എന്തുവാ കൊടുക്കുന്നത് അറിയാമോ? രാജകീയ അധികാരമുള്ള ഒരു സിംഹാസനം ദാവീദിന്റെ ജീവിതത്തിന്മേൽ ഉണ്ടാകുമെന്നൊരു അരുളപ്പാട് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവന്റെ ഉടമ്പടികളൊക്കെ പൂർത്തിയാക്കുമെന്നുള്ള ഒരു കാര്യം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് അതൊന്ന് വായിക്കാം. 2 ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 12 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ. നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവാനിരിക്കുന്ന സന്തതിയെ നിന്റെ ആയുഷ്കാലം തികഞ്ഞിട്ട് നിന്റെ പിതാക്കന്മാരോട് നീ നിദ്ര കൊള്ളുമ്പോൾ ഞാൻ നിനക്ക് പിന്തുടർച്ചയായി സ്ഥിരപ്പെടുത്തുകയും അവന്റെ രാജ്യത്വം ഉറപ്പാക്കുകയും ചെയ്യും. അവൻ എന്റെ നാമത്തിന് ഒരു ആലയം പണി. നോക്കണമേ, ദർശനം പ്രാപിക്കുവാൻ കഴിഞ്ഞ വ്യക്തി ദൈവത്തിന് വേണ്ടി കൊടുക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ദൈവസന്നിധിയിൽ വസിക്കുവാൻ കഴിഞ്ഞ വ്യക്തി പലപ്പോഴും ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ നിന്നും ഹല്ലേലൂയ ഒത്തിരി ബുദ്ധിമുട്ടുകളും ദൈവസന്നിധിയിൽ ജീവിക്കുമ്പോൾ ദാവീദിന്റെ ജീവിതത്തിൽ ഒത്തിരി ചോദ്യങ്ങൾ, താൻ ഒറ്റപ്പെട്ടു പോകേണ്ടുന്ന സാഹചര്യങ്ങൾ ഒക്കെ ജീവിതത്തിന്മേൽ കടന്നു വന്നപ്പോഴും ഹല്ലേലൂയ, ദൈവത്തെ കുറിച്ചുള്ള ദർശനം അവൻ മുറുകെ പിടിച്ചപ്പോൾ, ദൈവത്തിന് വേണ്ടി ചിലത് കൊടുക്കുവാനുള്ള ഒരു മനസ്സ് അവന്റെ ഹൃദയത്തിലേക്ക് വന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവന് ചില ഉടമ്പടികൾ കൊടുക്കുവാനിടയാകുന്നു. അതാണ് ഒന്നാമത്തതാണ്, അവനൊരു ഭാവി തലമുറയെ കുറിച്ചുള്ള ഒരു വാഗ്ദത്തം. അവന്റെ തലമുറകൾ സിംഹാസനം ഭരിക്കുമെന്നും സിംഹാസനത്തിൽ ഇരിക്കുമെന്നുള്ള ഒരു വാഗ്ദത്തം. അവന്റെ തലമുറ ദൈവത്തിന് വേണ്ടി ഒരു ആലയം പണിയുമെന്നുള്ള ഒരു ചിന്ത. ഒരുപക്ഷെ അവന്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വന്നപ്പോൾ ദൈവത്തെ കുറിച്ചുള്ള ഒരു ചിന്ത, അല്ലെങ്കിൽ അവൻ ആഴമേറിയ ഒരു ദൈവത്തെ കുറിച്ചുള്ള ഒരു ചിന്ത ഇല്ലായിരുന്നുവെങ്കിൽ ഇപ്രകാരമുള്ള ഒരു അവസ്ഥയിലേക്ക് ദാവീദ് എത്തപ്പെടത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ജീവിതത്തിൽ സംശയങ്ങൾ കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ കഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ, ജീവിതത്തിൽ ഭാരങ്ങൾ കടന്നു വരുമ്പോൾ ദൈവത്തെ കുറിച്ചുള്ള ആഴമേറിയ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയാകുന്നത്. ആഴമേറിയ ദർശനം ദൈവത്തെ കുറിച്ച്, അതാണ് നമ്മൾക്ക് വേണ്ടുന്നത്. പലപ്പോഴും ഈ ദർശനം നമുക്ക് പ്രാപിക്കുവാൻ കഴിയാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ ആടി ഉലയുവാനിടയാകുന്നത്. നാഥാൻ പ്രവാചകനിൽ കൂടി ദൈവത്തിന്റെ ആത്മാവ് വലിയൊരു രൂപരേഖയാണ് ദാവീദിന് കൊടുക്കുവാനിടയായത്. അതിനുശേഷം അവന്റെ അയോഗ്യതകളെ കുറിച്ച് പറയുവാനിടയാകുന്നു. അപ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ പൂർണ്ണമായും സമർപ്പിക്കുമ്പോൾ, ദൈവത്തെ കുറിച്ചുള്ള ആഴമേറിയ ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവിന് നമ്മളോട് എന്താണ് പറയുവാനുള്ളത്, ദൈവത്തിന്റെ ആത്മാവിന് നമ്മളോട് എന്താണ് ചെയ്തെടുക്കുവാനുള്ളത് എന്നുള്ള ഒരു രൂപരേഖ ദൈവം നൽകുവാനിടയാകും. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മൾ ദൈവത്തെ കുറിച്ച് ആഴമേറിയ ചിന്തകൾ ഹൃദയത്തിലേക്ക് വന്നുകൊണ്ട് ദാവീദിനെ പോലെ ദൈവത്തിന് വേണ്ടി ചിലത് കൊടുക്കുവാൻ തയ്യാറാകുമ്പോൾ, ദൈവത്തിന് വേണ്ടി ചിലത് ചെയ്യുവാൻ തയ്യാറാകുമ്പോൾ ചില രൂപരേഖകൾ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇങ്ങനെയുള്ള ചോദ്യശരങ്ങൾ കടന്നു വരുമ്പോൾ നമ്മുടെ ആശയറ്റ് പോകും, ഇല്ലയോ? നമ്മുടെ ഹൃദയത്തിൽ ആശയറ്റ് പോകും. ഇനി നടക്കുമോ എന്നുള്ള ഒരു ചിന്ത, ഇല്ലയോ? ഹല്ലേലൂയ. ഇങ്ങനെയുള്ള സംശയങ്ങൾ, ചോദ്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് മാനുഷികമാകുന്ന നിലയിൽ വരുമ്പോൾ ആശയറ്റ് പോകുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അത് ദാവീദിന്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോസ്തലനാകുന്ന പൗലോസിന്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. പൗലോസ് ഹല്ലേലൂയ റോമിലേക്ക് പോകുന്ന സമയത്ത് ആ കപ്പൽ ചിഹ്നത്തിൽ അകപ്പെട്ട് അവരുടെ ആശയറ്റ് പോയി എന്നൊരു വാക്യമുണ്ട്, ഇല്ലയോ? അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിനകത്തുണ്ട്, 9-ാം അധ്യായമാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെട്ടപ്പോൾ
ദൈവത്തെ കുറിച്ചുള്ള വലിയൊരു ദർശനം ആർക്ക് പ്രാപിക്കുവാൻ കഴിയും? പൗലോസിന് പ്രാപിക്കുവാൻ കഴിയും. പൗലോസ് പറഞ്ഞു, ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ദൂതൻ എന്നോട് വന്നിട്ട് പറയുവാൻ ഇടയായി തീർന്നു, കപ്പലിനല്ലാതെ നിങ്ങളുടെ ആരുടെയും പ്രാണൻ എന്ത് സംഭവിക്കുകയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സംശയങ്ങൾ കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ ആശയറ്റു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ, ദൈവത്തെ കുറിച്ചുള്ള ആഴമേറിയ ദർശനം പ്രാപിച്ചെങ്കിൽ മാത്രമേ ആ വിഷയത്തിന് മേൽ ദൈവത്തിൽ നിന്നും ഒരു മറുപടി ലഭിക്കത്തുള്ളൂ. പൗലോസിന്റെ ജീവിതത്തിൽ അതാണ് ലഭിച്ചത്. ആശയറ്റുപോയവന്റെ കൂടെ ഉണ്ടായിരുന്നവരുടെ ആശയറ്റുപോകുവാനിടയായി തീർന്നു. എന്നാൽ ഹല്ലേലൂയ, ദൈവത്തിന്റെ ദൂതൻ ദൈവത്തെ കുറിച്ച് ആഴമേറിയ ദർശനം പ്രാപിച്ച പൗലോസിന്റെ ജീവിതത്തിന് മേൽ വെളിപ്പെട്ട് വന്നതുകൊണ്ട് പറയുകയാണ്, ഇന്ന് ഹല്ലേലൂയ നിങ്ങളുടെ പ്രാണനൊന്നും സംഭവിക്കുകയില്ല. അതാണ് നമ്മൾക്ക് വേണ്ടുന്നത്, ഇല്ലയോ? പക്ഷെ ആ ഒരു ഉറപ്പ്, ആ ഒരു ധൈര്യം, ആ ഒരു പ്രതീക്ഷ, ആ ഒരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കുവാനിടയാകണം. അതിനെന്താ വേണ്ടുന്നത്? ദൈവത്തെ കുറിച്ച് ആഴമേറിയ ഒരു ദർശനം നമ്മൾക്ക് പ്രാപിക്കുവാനിടയാകണം. ഹല്ലേലൂയ. അങ്ങനെ ആഴമേറിയ ദർശനം പ്രാപിക്കുവാൻ കഴിഞ്ഞ ദാവീദും ജീവിതത്തിൽ ഒരുപാട് നേർച്ചകൾ നേർന്നതായിട്ട് കാണുവാൻ പറ്റും. ഇത് വചനം സങ്കീർത്തനത്തിൽ കേൾക്കുവാനിടയിൽ ദൈവത്തിന് വേണ്ടി കൊടുക്കണം. എന്തൊക്കെയാ കൊടുക്കേണ്ടുന്നത്? ദൈവസന്നിധിയിൽ എന്തൊക്കെ കൊടുക്കുവാൻ പറ്റും? ഒത്തിരി കാര്യങ്ങളിൽ ഹല്ലേലൂയ നമുക്ക് കൊടുക്കുവാൻ പറ്റും. നമ്മുടെ സമ്പത്തിനൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ലയോ? ഹല്ലേലൂയ. ഒരുപാട് കാര്യങ്ങൾ ദൈവത്തിനോട് കൊടുക്കാൻ പറ്റും. ദൈവസന്നിധിയിൽ സ്തുതിയും സ്തോത്രവും കൊടുക്കുവാൻ പറ്റും. അതിനോടൊപ്പം തന്നെ ദൈവത്തിന് വേണ്ടി ഹല്ലേലൂയ കാഴ്ചകൾ, നേർക്കാഴ്ചകൾ അല്ലെങ്കിൽ നേർച്ചകൾ നേരുവാൻ കഴിയും. ദൈവത്തിന് വേണ്ടി ചിലതൊക്കെ നേരുവാനിടയാകട്ടെ. കർത്താവേ ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമ്മൾ കടന്നു വരുമ്പോൾ ദൈവത്തിന് വേണ്ടി ചിലത് നേരുന്നവരെ ദൈവത്തിന് വലിയ ഇഷ്ടമാണ്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ യാക്കോബ് ദൈവസന്നിധിയിൽ ചിലത് നേരുന്നുണ്ട്, ഇല്ലയോ? എന്നെ മടക്കി വരുത്തിയാൽ. ഒരു സംശയം ഹല്ലേലൂയ അവരുടെ ഹൃദയത്തിലുണ്ട്. പോകുന്ന വഴിയൊക്കെ ശുഭമായിരിക്കുമോ എന്നുള്ള ഒരു സംശയം, ഒരു ലക്ഷ്യമില്ലാതെ പോവുകയാണ്. രാത്രിയുടെ യാമത്തിൽ ഹല്ലേലൂയ ദൈവം അവന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ദൈവസന്നിധിയിൽ ചില നേർച്ചകൾ നേരുവാനിടയായി. എന്തോ നേർന്നത്? ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനെങ്കിൽ ദൈവത്തിന് ദശാംശം കൊടുക്കുമെന്നുള്ള യാക്കോബിന്റെ ഒരു നേർച്ച. ഹല്ലേലൂയ. അതൊന്ന് വായിക്കാമോ? ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം. നോക്കണമേ, ഹല്ലേലൂയ. ദൈവത്തെ കുറിച്ച് ദർശനം പ്രാപിക്കുവാൻ കഴിഞ്ഞ യാക്കോബ് ദൈവസന്നിധിയിൽ പറയുന്ന വാക്കുകളാണ്. ദൈവത്തിന് വേണ്ടി ചിലത് കൊടുക്കുവാനിടയാകുമെന്ന്. ദൈവത്തിന് മഹത്വവും ബലവും ഒക്കെ കൊടുക്കുവാൻ പറ്റും. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കുവാൻ പറ്റും. ദൈവത്തിന് വേണ്ടി യാക്കോബ് പറയും, എനിക്ക് ലഭിക്കപ്പെടുന്ന നന്മയിൽ നിന്നും ദശാംശം ഞാൻ കൊടുക്കുമെന്ന്. ഹല്ലേലൂയ. തനിക്ക് വേണ്ടി ഒരു മകനെ നൽകി അവനെ ജീവപര്യന്തം യഹോവയ്ക്ക് സമർപ്പിക്കുമെന്ന് ഹന്ന ദൈവസന്നിധിയിൽ ഒരു നേർച്ച നടന്നു, ഇല്ലയോ? ദൈവത്തെ കുറിച്ചുള്ള ഒരു വലിയ ദർശനമാണ്. ജീവിതത്തിൽ കണ്ണുനീരിന്റെ അവസ്ഥയിൽ, ഭാരത്തിന്റെ അവസ്ഥയിൽ, ഒറ്റപ്പെടലിന്റെ അവസ്ഥകൾ ജീവിതത്തിൽ മേൽ കടന്നു വന്നപ്പോൾ ദൈവത്തെ കുറിച്ചുള്ള ഒരു ദർശനം പ്രാപിക്കുവാൻ കഴിഞ്ഞ ഹന്ന ദൈവസന്നിധികൾ ചെന്നുകൊണ്ട് പറയുകയാണ്, എനിക്കൊരു മകനെ തന്നാൽ ഞാൻ അതിനെ ആർക്ക് നൽകും? ദൈവത്തിന് തന്നെ നൽകും. ഒരു ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം 11-ാമത്തെ വാക്യത്തില എല്ലാ വർഷവും എൽക്കാന വർഷാന്തര യാഗവും നേർച്ചയും അതിനുശേഷം നമുക്ക് വായിക്കുവാൻ 1 ശമൂവേൽ 1:21 നമുക്ക് വായിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. യോഹന്നാന്റെ പുസ്തകം 2-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിലേക്ക് ഒരു മഹാമത്സ്യത്തിന്റെ വായിൽ കിടക്കുന്ന യോന ദൈവസന്നിധിയിൽ ഒരു ഹല്ലേലൂയ നേർച്ച നേരുന്നുണ്ട്. ഹല്ലേലൂയ. യഹോവയ്ക്ക് യാഗം അർപ്പിക്കുമെന്ന്, ഇല്ലയോ? അപ്പോൾ ദൈവത്തെ കുറിച്ചുള്ള ദർശനം നമ്മൾക്ക് പ്രാപിക്കുവാൻ കഴിയുമ്പോൾ ജീവിതത്തിൽ പല ശോധനകളും പല ബുദ്ധിമുട്ടുകളും പല ഭാരങ്ങളും ജീവിതത്തിന്മേൽ കടന്നു വന്നപ്പോൾ ഭക്തന്മാരൊക്കെ ദൈവസന്നിധിയിൽ ചെന്ന് ദൈവിക ദർശനം പ്രാപിച്ചവർ ദൈവത്തിന് വേണ്ടി ചിലത് കൊടുക്കുവാനുള്ള ഒരു താല്പര്യം കാണിച്ചു. അതിൽ ആദ്യത്തെയാണ് നമ്മൾ പറയുന്നത് ദാവീദ് ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യും? ഒരു ആലയം തന്നെ കൊടുക്കുമെന്ന്, ഇല്ലയോ? പ്രൈസ് ഹല്ലേലൂയ. അവന്റെ ജീവിതത്തിൽ ഒറ്റപ്പെടലുകൾ ഉണ്ടായിട്ടില്ലേ? അവൻ ഒളിച്ചോടി പോകേണ്ടി വന്നിട്ടില്ലേ?
ഒരു രാജാവ് ചെരുപ്പൂരി ഇട്ടിട്ട് നഗ്നപാദമായിട്ട് തലയിൽ അല്ലെങ്കിൽ തുണിയും മൂടിക്കൊണ്ട് മലകയറി പോകുന്ന ഒരു സാഹചര്യം ദാവീദിന്റെ ജീവിതത്തിൽ വന്നില്ലേ? അവിടെ നിന്നൊക്കെ യഹോവയാകുന്ന ദൈവം അവനെ തിരിച്ചു കൊണ്ടുവന്ന സാഹചര്യമില്ലേ? അങ്ങനെയുള്ള ഒരു വ്യക്തി ദൈവത്തെ കുറിച്ച് ദർശനം പ്രാപിക്കുവാൻ കഴിഞ്ഞ വ്യക്തിയാണ് ദൈവത്തിന് വേണ്ടിയുള്ള ആലയം കൊടുക്കുമെന്ന് അവന്റെ ഹൃദയത്തിലെ ആഗ്രഹം വെളിപ്പെടുത്തുവാനിടയായത്. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ചിലത് കൊടുക്കുവാൻ മനസ്സുണ്ടെങ്കിൽ, ദൈവസന്നിധിയിൽ ചിലർ നേരുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, ദൈവത്തെ കുറിച്ചുള്ള വലിയ ദർശനം നിങ്ങൾക്ക് പ്രാപിക്കുവാൻ കഴിയുമെങ്കിൽ ദൈവത്തിന് വേണ്ടി ചിലത് കൊടുക്കുവാനുള്ള മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. അവനെയാണ് ദൈവം തിരഞ്ഞെടുത്തത്. സക്കായിയെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇല്ലയോ? യേശു ക്രിസ്തുവിനെ കാണണമെന്നുള്ള വലിയൊരു ദർശനം അവന്റെ ഉള്ളിലുണ്ടായി. വലിയ ആഗ്രഹമാണ് യേശുവിനെ കാണണം. കാട്ടത്തിയുടെ മണ്ടയ്ക്ക് കയറി. ഒരു പക്ഷേ യേശുദേവൻ അങ്ങനെ അങ്ങ് കടന്നു പോയിരുന്നെങ്കിൽ യേശുദേവൻ അവനെ കാണുവാൻ, സക്കായിക്ക് അവനെ കാണാനേ പറ്റും, ഇല്ലയോ? പക്ഷെ യേശുദേവൻ അറിയാം ഇവൻ എന്നെ കാണണം, മാത്രമല്ല ഇവന്റെ കൂടെ എനിക്ക് ഭക്ഷണം കഴിക്കണം. പരിഹാസികളുടെയും പാപികളുടെയും ചുങ്കക്കാരുടെയും വീട്ടിൽ പോയിരുന്ന ആഹാരം കഴിക്കുന്നതൊന്നും ആ യേശുദേവനെ പറ്റി പറഞ്ഞത് അതിനുശേഷം, ഇല്ലയോ? ദർശനം പ്രാപിച്ചവന്റെ ഇടയിൽ അല്ലെങ്കിൽ അത് ആരായാലും, അവൻ പാപിയായാലും ചുങ്കക്കാരനായാലും അവനോട് ചേർന്ന് നിൽക്കുവാൻ കഴിയുന്നവനാണ് നമ്മുടെ ദൈവം. ഇന്ന് പകൽക്കാലം ദൈവത്തെ കുറിച്ചുള്ള വലിയൊരു ദർശനം പ്രാപിക്കുവാൻ കഴിയുമ്പോൾ ജീവിതത്തിന് മേൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏത് പ്രതിസന്ധിയായാലും ഏത് പ്രതികൂലമായാലും അതിലേക്ക് ഇറങ്ങി വന്ന് നിന്നെ സഹായിപ്പാൻ കഴിവുള്ളവരാണെന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്നുള്ള കാര്യം. ദൈവിക ദർശനം പ്രാപിച്ചവൻ ഏത് സാഹചര്യത്തിലും ദൈവത്തോടെ പറ്റി നിൽക്കുവാനിടയാണ്, ഇല്ലയോ? അതാകണം നമ്മുടെ ലക്ഷ്യം, അതാകണം നമ്മുടെ ബോധ്യം. ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വന്നാലും ഞാൻ എന്റെ ദൈവത്തോടെ പറ്റി നിൽക്കുവാനിടയാകും. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ ഇരിക്കാം. 91-ാം സങ്കീർത്തനം അതിന്റെ 14 മുതലുള്ള 16 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. അവൻ എന്നോട് പറ്റിയിരിക്കുകയാണ്. ഒന്ന്, ഞാൻ അവനെ വിടുവിക്കും. ആമേൻ. ഞാൻ അവനെ ഉയർത്തും. ആമേൻ. ഞാൻ അവന് ഉത്തരമരുളും. ഞാൻ അവനോട് കൂടെ ഇരിക്കും. നോക്കണമേ, ഇന്ന് പകൽക്കാല ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവത്തിന്റെ ജനമേ, സംശയത്തിന്റെ ആനുകൂല്യം പിശാച് നമ്മുടെ ജീവിതത്തിന്മേൽ കൊണ്ടുവന്നിട്ട്, അല്ലെങ്കിൽ സംശയങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ദൈവത്തെ കുറിച്ചുള്ള ചിന്തയിൽ നിന്ന് നമ്മെ മാറ്റിക്കളയും, അല്ലെങ്കിൽ ദൈവിക പദ്ധതികളിൽ നിന്ന് നമ്മളെ മാറ്റിക്കളയുവാൻ പിശാച് ചിന്തിക്കുമ്പോൾ ദൈവത്തോട് പറ്റി നിൽക്കുവാൻ അല്ലെങ്കിൽ ദൈവിക ദർശനം പ്രാപിക്കുവാൻ കഴിഞ്ഞ ഒരു വ്യക്തിയുടെ ജീവിതത്തിന്മേൽ ലഭിക്കപ്പെടുന്ന 4 കാര്യങ്ങൾ. ഒന്ന്, ഞാൻ അവനെ വിടുവിക്കും. നാം ഏത് പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്, ആ പ്രതിസന്ധിയിൽ നിന്നും കർത്താവ് നമ്മെ വിടുവിക്കുവാൻ ഇടയായി തീർന്നതിന്റെ കാരണം ദൈവത്തെ കുറിച്ചുള്ള ദർശനമാണ്. ഞാൻ അവനോട് പറ്റി നിൽക്കും, അവൻ എന്നെ വിടുവിക്കും. ഞാൻ ദൈവത്തോട് പറ്റി നിൽക്കും, അവൻ എന്നെ ഉയർത്തും. ഞാൻ ദൈവത്തോട് പറ്റി നിൽക്കും, അവൻ എനിക്ക് ഉത്തരമരുളും. ഞാൻ ദൈവത്തോട് പറ്റി നിൽക്കും, അവൻ എന്നോട് കൂടെ ഇരിക്കും. ഇതിൽ പരമാകുന്ന ഒരു ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ വേണം. ഇന്ന് പകൽക്കാലം ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിന് മേൽ ഭാരത്തോടുകൂടി പ്രയാസത്തോടുകൂടി ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആലോചനയോട് ഞാൻ പറയട്ടെ, ദൈവത്തോടെ ചേർന്ന് നിൽക്കുവാൻ ഇടയാകുമെങ്കിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ഇടയാകട്ടെ. നമ്മെ വിടുവിക്കുന്നവനാകുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ദരിദ്രനെ കുപ്പയിൽ നിന്നും ഉയർത്തിയവനാണ് നമ്മുടെ ദൈവം. പ്രാർത്ഥന കേട്ട് നമ്മെ ഉത്തരം നൽകുന്നവനാണ് നമ്മുടെ ദൈവം. നമ്മോട് കൂടെ ഇരിക്കുന്നവനാണ് നമ്മുടെ ദൈവം. യോസേഫിന്റെ കൂടെ ഇരുന്ന പോലെ, ദാവീദിന്റെ കൂടെ ഇരുന്നത് പോലെ, നമ്മുടെ പിതാക്കന്മാരോട് കൂടെ ഇരുന്നത് പോലെ നമ്മോട് കൂടെയും ഇരിക്കുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. ആശ അറ്റുപോകുന്ന ഇടത്ത്, അല്ലെങ്കിൽ നിരാശയും നെടുവീർപ്പുകളും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്മേൽ കടന്നു വന്ന ആശ അറ്റുപോകുമ്പോൾ അവിടേക്ക് ഇറങ്ങി വന്ന് നമ്മെ സഹായിപ്പാൻ കഴിവുള്ളവനാകുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിൽ അവരുടെ ജീവിതം ആശയറ്റുപോയവരായിരുന്നു. സാധ്യതകളൊന്നുമില്ലാത്ത അവസ്ഥയിലേക്ക്, ജനത്തെ മുഴുവനും കൊന്നൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ഫറവോനും സൈന്യവും ജനത്തെ പീഡിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇസ്രായേൽ ജനം എത്തപ്പെട്ടു.
അവരുടെ ആശയറ്റുപോയി. അവർ നെടുവീർപ്പിന്റെ അവസ്ഥയിലായി. അവർ നിരാശയുടെ പടുകുഴിയിലേക്ക് അവർ വീഴുവാൻ തുടങ്ങി. അവർ നിലവിളിച്ചു. ആ നിലവിളിയുടെ ശബ്ദത്തിങ്കൽ യഹോവയാകുന്ന ദൈവം അവർക്ക് ഉത്തരമരുളി. ഇന്ന് പകൽക്കാലം ആര് ദൈവസന്നിധിയിൽ കണ്ണുനീരോടുകൂടി നിലവിളിയോടുകൂടി ആശയറ്റവരായി ഒരു പ്രതീക്ഷയുമില്ലെന്ന അല്ലെങ്കിൽ ചിന്തയിൽ അല്ലെങ്കിൽ നമ്മൾ ആയിരിക്കുന്നുവോ, ആ പ്രതീക്ഷകൾക്ക് അപ്പുറമായി നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, നമ്മൾക്ക് വേണ്ടി നമ്മുടെ പ്രതീക്ഷകൾക്ക് ഉത്തരമരുളുവാൻ കഴിവുള്ളവനാകുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ദൈവത്തെ കുറിച്ചുള്ള വലിയൊരു ദർശനം നമ്മൾക്ക് പ്രാപിക്കുവാൻ കഴിയണം. എന്റെ ദൈവം ആരാ? ഞാൻ സേവിക്കുന്നത് ദൈവപുത്രൻ, ഞാൻ ആരാധിക്കുന്ന എന്റെ ദൈവം ആരാണെന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ കഴിവുള്ളവനാണ് എന്റെ ദൈവം എന്ന് പറയുന്നത്. അടഞ്ഞിരിക്കുന്ന വാതിലുകളെ തുറക്കുവാൻ കഴിവുള്ളവനാണ് നാം സേവിക്കുന്ന ദൈവം എന്ന് പറയുന്നത്. ആ ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ, ആ ദൈവത്തോട് അല്ലെങ്കിൽ പറ്റി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലും ദൈവത്തോടെ പറ്റി നിൽക്കുവാനിടയാകുമ്പോൾ, ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനിടയാകുമ്പോൾ, ആ ദൈവം നമ്മെ വിടുവിക്കുന്ന ദൈവമാകുന്നു. ആ ദൈവം നമ്മെ ഉയർത്തുന്ന ദൈവമാകുന്നു. ആ ദൈവം നമുക്ക് ഉത്തരമരുളുന്ന ദൈവമാകുന്നു. ആ ദൈവം നമ്മുടെ കൂടെ ഇരിക്കുന്ന ദൈവമാകുന്നു. ഇന്ന് വചനത്തിലൂടെ നമ്മൾക്ക് ഉറക്കുവാനിടയാകട്ടെ. നിന്റെ ദൈവം എവിടെയെന്നവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എന്റെ കണ്ണുനീർ രാവും പകലും എന്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. ദിനരാത്രങ്ങളിൽ നിങ്ങൾ കണ്ണുനീരോടുകൂടി ആയിരുന്നു കേട്ടല്ലോ. അതിന് നടുവിലും കർത്താവ് നിങ്ങളെ തള്ളിക്കളയാഞ്ഞതിന്റെ കാരണം വിശ്വസ്തയോടുകൂടി നിലനിന്നത് കൊണ്ട് മാത്രമാണ് ദൈവം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് കർത്താവ് മറുപടി നൽകിയത്. ഞാൻ അവന്റെ നീതിയെ കണ്ട് സന്തോഷിക്കുവാനിടയാണ്. ഇന്ന് പകൽക്കാലം നീറുന്ന അവസ്ഥകൾക്ക് പരിഹാരം നൽകി നമ്മെ സന്തോഷമൊളിപ്പിക്കുവാൻ കഴിവുള്ളവനാകുന്ന ഒരു ദൈവം നമ്മുടെ മധ്യേ വന്നിട്ടുണ്ട്. ആ ദൈവസന്നിധിയിൽ ഈ ദിവസങ്ങളിൽ സന്തോഷിക്കുവാൻ കർത്താവ് മുഖാന്തരങ്ങൾ ഒരുക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? അതരങ്ങളെ തുറന്നുകൊണ്ട് നിങ്ങളത് പ്രാർത്ഥിക്കുവാനിടയാകട്ടെ. കർത്താവേ, നീ എന്നെ വിടുവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, നീ എന്നെ ഉയർത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ, നീ എന്നെ എനിക്ക് ഉത്തരമരുളുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യശയ്യാവിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്: ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും നിന്നെ നിർമ്മിച്ചവനും അത് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേര് ചെലവഴിച്ചിരിക്കുന്നു, നീ എനിക്ക് ഉള്ളവൻ തന്നെ. നീ എനിക്കുള്ളവൻ തന്നെ, നീ എനിക്കുള്ളവൻ തന്നെ. ഞാൻ യഹോവയ്ക്കുള്ളവനാണ്. വിളിച്ചു പറഞ്ഞാട്ടെ, ഞാൻ യഹോവയ്ക്കുള്ളവനാണ്. സംശയങ്ങൾ എന്റെ ഹൃദയത്തിന്മേൽ കൊണ്ടുവന്നിട്ട്, പിശാച് ചില സംശയങ്ങൾ കൊണ്ടുവന്നിട്ട് ദൈവപ്രവൃത്തി എന്റെ ജീവിതത്തിൽ നടക്കുമോ എന്നുള്ള സംശയങ്ങൾ ജീവിതത്തിന്മേൽ കൊണ്ടുവന്നിടുമ്പോൾ ദൈവത്തോട് പറയുവാനിടയാകണം. ഹല്ലേലൂയ, കർത്താവേ, ഞാൻ നിനക്കുള്ളവനാ. ദൈവത്തിന്റെ വചനം പറഞ്ഞ് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പ്രകാരം അരുളി ചെയ്ത് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. നമ്മെ അവൻ വീണ്ടെടുത്തതാണ്. ആഴമേറിയ ചേറ്റിൽ കിടന്ന് നമ്മെ ആരും ദർശിക്കാതെ കിടന്ന് നമ്മെ ദൈവത്തിന്റെ സ്നേഹം അല്ലേ നമുക്ക് തുണയായി നിന്നില്ലേ? അവന്റെ സ്നേഹം നമുക്ക് വേണ്ടി തേടി വന്നില്ലേ? ആ ദൈവസന്നിധിയെ നമുക്ക് പ്രാർത്ഥിക്കുവാനിടയാകട്ടെ. കർത്താവേ, നീ എന്നെ വിടുവിക്കും, അത് ഞങ്ങളുടെ ഉറപ്പാണ്. നീ ഞങ്ങളെ ഉയർത്തും, അത് ഞങ്ങളുടെ ഉറപ്പാണ്, ധൈര്യമാണ്. ദൈവം ഞങ്ങൾക്ക് ഉത്തരമരുളും, ദൈവം ഞങ്ങളോട് കൂടെ ഇരിക്കും. പൗലോസിന്റെ കൂടെ ഉണ്ടായിരുന്നവരുടെ ആശ അറ്റുപോയപ്പോൾ ആശയ്ക്ക് വിപരീതമായി ദൈവത്തിന്റെ ആത്മാവ് അവിടെ ഇറങ്ങി വന്ന് അവന് വേണ്ടി ഉത്തരമരുളിയതുപോലെ ഈ ദിവസങ്ങളിൽ കർത്താവ് ചില വിഷയത്തിന് മേൽ ഉത്തരമരുളുവാനിടയാകട്ടെ. നമ്മുടെ സംശയങ്ങൾ മുഴുവനും മാറുവാനിടയാകട്ടെ. നാം സേവിക്കുന്ന ദൈവത്തിന്റെ പുത്രൻ നമ്മോട് കൂടെയുണ്ട്. നാം ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി നൽകുവാൻ കഴിവുള്ളവനാകുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം നമ്മെ വഴിയിൽ തള്ളിക്കളഞ്ഞിട്ട് പോകുന്ന ദൈവമല്ല. അവൻ ഒരു നാളും നമ്മെ ഉപേക്ഷിക്കുകയില്ല. അത് നമ്മുടെ ഉറപ്പാണ്, നമ്മുടെ ധൈര്യമാണ്. വാക്ക് പറഞ്ഞവന് മാറാത്തവനാ, വിശ്വസ്തനാ. ആ ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കുവാനിടയാകുമോ? കർത്താവേ, ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ, നീ ഞങ്ങളെ കൈവിടില്ല. നിന്റെ ദൈവം എവിടെ എന്നുള്ള ചോദ്യം പിശാച് ഞങ്ങളോട് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം അറിയേണ്ടുന്ന ആ ഉത്തരവാദിത്വം എന്റെ ദൈവത്തിനുള്ളതാ.
ഹല്ലേലൂയ. ദൈവം ഈ ദിവസങ്ങളിൽ അതിനുമേൽ ഉത്തരമരുളുക തന്നെ ചെയ്യും. അങ്ങയുടെ നാമം മഹത്വമാകേണ്ടതിന് വേണ്ടി ദൈവമേ ഉത്തരമരുളണമേ എന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. കുഞ്ഞാടേ വാഴ്ത്തുക, അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. കുഞ്ഞാടേ വാഴ്ത്തുക, അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. എല്ലാം ഒട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും എന്റെ യേശു മാത്രം കർത്താവ്. എല്ലാം ഒട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും എന്റെ യേശു മാത്രം കർത്താവ്. നമുക്ക് ദൈവത്തിനെ പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലം കേൾക്കപ്പെട്ട ആലോചനയ്ക്കും ആകെ നമുക്ക് സമർപ്പിക്കാം. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം ശക്തമായി ആഴമായി ഹല്ലേലൂയ വ്യത്യസ്തമായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മോട് സംസാരിക്കുന്നതിനായി തീർന്നു. നാം എന്ത് ചെയ്യണം? ഈ ഒരു പ്രതികൂല കാറ്റിൽ, ഈ ഒരു പ്രയാസ കാലയളവിൽ നാം എന്ത് ചെയ്യണമെന്ന് വ്യക്തമായി പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കാനുണ്ട്. ഒന്ന്, ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും കൊടുക്കുവാൻ കഴിയുമെങ്കിൽ നമ്മുടെ വായികൾ തുറന്ന്, നമ്മുടെ കൈകൾ തുറന്ന് ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ കഴിയുമെങ്കിൽ നാം നിശ്ചയമായി കൊടുക്കണം. അത് നമ്മുടേതായ സ്തുതികളായിക്കോട്ടെ, നമ്മുടെ ആരോഗ്യമായിക്കൊള്ളട്ടെ, നമ്മുടെ സാമ്പത്തികമായിക്കൊള്ളട്ടെ, നമ്മുടെ നേർച്ച കാഴ്ചകളായിക്കോട്ടെ, നിശ്ചയമായി നാം അവന് വേണ്ടി കൊടുക്കണം. അതിനോട് കഥാദാസൻ പറഞ്ഞൊരു അനുഗ്രഹിക്കപ്പെട്ട ദൂതാണ്, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് 4 കാര്യങ്ങൾ പരിശുദ്ധാത്മ വ്യക്തമായി ദൈവദാസനിലൂടെ പറയുവാനിടയായി തീർന്നു. അവൻ നമ്മെ വിടുവിക്കുന്ന ദൈവമാണ്. അവൻ നമുക്ക് വേണ്ടി ഉത്തരം നൽകുന്ന ദൈവമാണ്. അവൻ നമ്മെ ഒരിക്കലും താഴ്ത്തുന്ന ദൈവമല്ല, നമ്മെ ഉയർത്തുന്ന ദൈവമാണ്. നമ്മൾ പലപ്പോഴും ജീവിതത്തിനകത്ത് കഷ്ടതയെ കുറിച്ചുള്ള വ്യത്യസ്തമായ ചിന്തകൾ നമ്മുടെ ജീവിതത്തിനകത്തുണ്ട്. കർത്താവ് ആഗ്രഹിക്കുന്ന കഷ്ടതകളും ദൈവഹിതമില്ലാത്ത കഷ്ടതകളൊക്കെ നാം തിരിച്ചറിയേണ്ട ഭാഗങ്ങളുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിനകത്ത് കഷ്ടതകൾ മാത്രമാണ് എന്ന് പൈശാചികൻ പലപ്പോഴും നമ്മെ പറയുമ്പോൾ, ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവസന്നിധി പറയാം, നമ്മുടെ ദൈവഹിതപ്രകാരമല്ലാത്ത ഒരൊറ്റ കഷ്ടതയും നമ്മുടെ ജീവിതത്തിനകത്ത് വേണ്ട. ദൈവഹിതമല്ലാത്ത ഒരു കാഴ്ചപ്പാട് നമ്മുടെ ഭവനത്തിനകത്തോ, നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ടോ, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടോ, നമ്മുടെ കുടുംബപരമായ വിഷയങ്ങളോ നമുക്ക് ഒരിക്കലും വരേണ്ട ആവശ്യമില്ല. ദൈവം പറയുന്നു, അവൻ അല്ലയോ ദൈവത്തോട് പറ്റിയിരിക്കുന്ന ഒരു മനുഷ്യനായി തീരുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മ ഉയർത്തുന്ന നമ്മുടെ പ്രാർത്ഥനകളുടെ ശബ്ദം കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം ചില വിഷയങ്ങളോട് ഭാരത്തോടെ ആയിരിക്കുമ്പോൾ നമുക്ക് ചില വ്യത്യസ്തമായി ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് വേണ്ടുന്നുള്ള ദൂതുകൾ ദൈവത്തിന്റെ ആത്മാവ് പകർന്നു തരുമ്പോൾ നമുക്കൊന്ന് ദൈവത്തോട് പറയാം, കർത്താവേ ഹല്ലേലൂയ, ദൈവം എനിക്ക് ഈ ഒരു നന്മ ചെയ്തു തരുമെങ്കിൽ കർത്താവേ ഞാൻ അങ്ങേ വിട്ടു മാറത്തില്ല. കർത്താവേ, ദൈവത്തിന് വേണ്ടി എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും? നിശ്ചയമായി നാം ദൈവത്തിന് തീരുമാനമെടുക്കണം. ഹല്ലേലൂയ. ദൈവനാമത്തിന് വേണ്ടി എന്തെങ്കിലും, ദൈവസഭയ്ക്ക് വേണ്ടി കർത്താവേ ഇന്ന് എന്റെ വിഷയത്തിനകത്ത് ഒരു പരിഹാരം നൽകിയാൽ ഞാൻ ദേവാലയത്തിന് വേണ്ടി, ദൈവത്തിന്റെ ആലയത്തിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്ന് നേർച്ചയായി നമുക്കൊന്ന് എടുക്കാൻ പറ്റുമെങ്കിൽ നിശ്ചയമായി ഇന്ന് പകൽക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നെങ്കിൽ നമ്മളെ എങ്ങനെയാകാം? കർത്താവേ, എന്റെ ജീവിതത്തിൽ കർത്താവേ ഈ ഒരു നന്മ നൽകിയാൽ ഞാൻ എന്റെ കർത്താവിനൊറ്റ ആരാധനകൾ പോലും ഞാൻ മുഖാന്തരം ഹല്ലേലൂയ സ്തോത്രം ജോലി സംബന്ധമായ മറ്റു കാര്യങ്ങളോ ഒഴിവേ എന്റെ സ്വയമായി ഞാൻ ഒരിക്കലും ഞാൻ ആരാധന മുടങ്ങത്തിന് ദൈവത്തോട് തീരുമാനം കഴിയുക. അതുപോലെ അപ്പാ, ഞാൻ അങ്ങേ പറ്റിയിരുന്ന് കർത്താവേ അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി ജീവിക്കും. ഹല്ലേലൂയ. ശദ്രക് മേശാക്ക് യാക്കോബ് പറഞ്ഞൊരു ഭാഗമുണ്ട്, ഈ എരിയുന്ന തീച്ചൂളിൽ നിന്നും എന്നെ ഈ ഭാഗത്ത് വിടുവിക്കാൻ കഴിയും. ഹല്ലേലൂയ. രാജാവ് നിർത്തിയ ബിംബത്തെ ഞാൻ ഒരിക്കലും ഹല്ലേലൂയ സ്തോത്രം അത് നമസ്കരിക്കുവാനില്ല. ഇന്ന് പകൽക്കാലം ചില തീരുമാനത്തോടെ ദിവസം വരെ കർത്താവേ ഞാൻ എന്റെ എല്ലാ വേളകളിലും കർത്താവേ ഒരു പക്ഷേ കഴിഞ്ഞ നിമിഷം വരെ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിൽ പാപമോ ജീവിതത്തിൽ ഹല്ലേലൂയ ചെയ്യുന്നത് തെറ്റാണെന്ന് വ്യക്തമായി ബോധ്യത ഉണ്ടായിട്ട് ഒരു പക്ഷേ ഹല്ലേലൂയ അതിനോട് അത് ഹല്ലേലൂയ തിരിച്ചു വരാൻ കഴിയാതെ ജീവിതത്തോട് വെല്ലുവിളിക്കുന്ന ഒരു പാപവശം ഉണ്ടെങ്കിൽ നമ്മൾ ഇന്ന് പൽക്കാലം ഏറ്റു പറയണം.
നിന്റെ ജീവിതത്തെ വെല്ലുവിളിക്കുന്ന ചില വെല്ലുവിളികളുണ്ട്. ആ വെല്ലുവിളി എന്താണെന്ന് മനസ്സിലാക്കണം. ഒരുപക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന വലിയൊരു പാപങ്ങളിൽ നാം അടിമയായിരിക്കണമെന്നില്ല. ദൈവത്തിന് എന്നെ കുറിച്ചുള്ള പദ്ധതിക്ക് വിരുദ്ധമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ് ഇന്ന് പകൽക്കാലം കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ ഞാൻ ഇന്ന വിഷയത്തിൽ നിന്ന് ഞാൻ വിടുതലെടുക്കാൻ ആഗ്രഹിക്കുന്നു. നീ ദൈവഹിതമില്ലാത്ത കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നീ ദൈവത്തോട് പറഞ്ഞ, കർത്താവേ, എന്റെ ഈ കണ്ണുകൊണ്ട് ദൈവഹിതമില്ലാത്ത ഞാൻ കാണത്തില്ല. ദൈവം എനിക്ക് ഈ ഒരു നന്മ നൽകിയ കർത്താവേ, അങ്ങയുടെ നാമത്തിന് ഹിതമല്ലാത്ത ദൈവഹിതമല്ലാത്ത ഒരു അല്ലെങ്കിൽ അനുഭവം എന്റെ ജീവിതത്തിൽ വരത്തില്ല. താവേ, ദൈവഹിതമില്ലാത്ത ഞാൻ സംസാരിക്കത്തില്ല. താവേ, മാക്സിമം ഞാൻ ദൈവസന്നിധി സമർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കൊരു തീരുമാനത്തോടെ നമുക്ക് ഇന്ന് പകൽക്കാലം ദൈവം വ്യക്തമായി ഞാനിന്ന് പകൽക്കാലം വ്യക്തമായി പറഞ്ഞു. എന്റെ ജീവിതത്തിനകത്ത് പല വിഷയങ്ങളുടെ മധ്യത്തിൽ നിൽക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വ്യക്തമായി ദൈവത്തിന്റെ ദാസനിലൂടെയൊക്കെ ദൈവവചനം കേട്ട് ഞാൻ അത് നിൽക്കുമ്പോഴാണ് വിടുതൽ പ്രാപിക്കാനിടയായി. ഇന്ന് പകൽക്കാലം നമുക്കൊരു തീരുമാനം എടുക്കാം, ഒരു നേർച്ച എടുക്കാം. കർത്താവേ, ഞാൻ അങ്ങേക്ക് വേണ്ടി ഞാൻ ജീവിക്കും, അപ്പന് വേണ്ടി ഞാൻ ജീവിക്കും. ഞാനായിരിക്കുന്ന കോളേജിൽ, ഞാനായിരിക്കുന്ന സ്കൂളിൽ, ഞാനായിരിക്കുന്ന ജോലി സ്ഥലങ്ങളിൽ അപ്പന് വേണ്ടി ഞാൻ ജീവിക്കുവാനിടയായി. ദൈവം വ്യക്തമായി അവൻ എന്നോട് പറ്റിയിരിക്കപ്പാ, ഞാൻ നിന്നോട് ഞാൻ പറ്റിച്ചേരാൻ ആഗ്രഹിക്കുന്നു. എന്റെ ജീവിതത്തിൽ എന്റെ കണ്ണാണോ, എന്റെ വാക്കാണോ, എന്റെ പ്രവൃത്തിയാണോ, എന്റെ ചിന്തയാണോ, താവേ, ഞാനതെല്ലാം സറണ്ടർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ദൈവഹിതമില്ലാത്ത വാക്കുകൾ, ദൈവഹിതമില്ലാത്ത സംസാരങ്ങൾ, ദൈവഹിതമില്ലാത്ത കണ്ണുകൾ, കാഴ്ചകൾ, ദൈവഹിതമില്ലാത്ത സ്പർശനങ്ങൾ, ദൈവഹിതമില്ലാത്ത എന്തു തന്നെയായിരുന്നാലും അപ്പാ ദൈവസേച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്നു മുതൽ കർത്താവേ, എന്റെ ജീവിതം, രഹസ്യ ജീവിതം ഒക്കെ ഞാൻ ദൈവസന്നിധി സമർപ്പിക്കുന്നു. കർത്താവേ, എന്റെ മൊബൈൽ ഫോണുകൾ കർത്താവേ, ദൈവഹിതമില്ലാത്ത ഞാനൊന്നും കാണുവാൻ അനുവദിക്കരുത്. അപ്പാ ദൈവമേ, ഈ വിരലുകൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാനിടയായി തീരണമേ. നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റും. അപ്പാ, എന്റെ ജീവിതത്തിൽ എന്താണ് പാപം? പലപ്പോഴും ദൈവത്തിന്റെ ആത്മാവ് പലപ്പോഴും നിന്നോട് സംസാരിച്ചെങ്കിലും, താങ്കളോട് നിന്നോടൊക്കെ സംസാരിച്ചെങ്കിലും അതിപ്രകാരം ജീവിക്കാൻ പറ്റാത്ത അനുഭവമാണെങ്കിൽ പിന്നെയും ദൈവം തന്ന കഷ്ടതയാണെന്നുള്ള ചിന്തയോടെ ആയിരിക്കുന്നില്ല. അതിൽ നിന്ന് പൊട്ടിച്ച ദൈവത്തിന്റെ വചനം ഇന്ന് കേൾക്കാൻ ദൈവദാസൻ പറഞ്ഞതുപോലെ അവൻ നിന്നെ ഉയർത്തുന്ന ദൈവമാണ്, അവൻ നിന്നെ വിടുവിക്കുന്ന ദൈവമാണ്, അവൻ നിനക്ക് ഉത്തരം നൽകുന്ന ദൈവമാണ്. നിശ്ചയമായ ആ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. നിന്റെ കഷ്ടത യേശുവിന്റെ നാമത്തിൽ come out in the name of Jesus. ദൈവഹിതമില്ലാത്ത കഷ്ടങ്ങൾ യേശുവിന്റെ നാമത്തിൽ പുറത്തു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ സഭയ്ക്കകത്ത് ഓരോ വ്യക്തിയുടെ മേലും ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങട്ടെ. കർത്താവേ, ഓ മന്ത്രവാദ ശക്തികളോ ദേശാധിപ ശക്തികളോ നിന്നെയോ നിന്റെ ജീവിതത്തിനകത്തോ നിന്റേതായ നന്മയ്ക്കെതിരായി കെട്ടിവയ്ക്കുന്ന അനുഭവമാണെങ്കിൽ യേശുവിന്റെ നാമത്തിൽ പകൽക്കാലം come out in the name of Jesus. ഞങ്ങളത് വിശ്വസിക്കുന്ന കർത്താവേ, ദൈവത്തോട് പറ്റിയിരിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം. അതിനായി ഞങ്ങൾ നയിച്ചിട്ടുള്ള സ്തോത്രം. സഭയിലുള്ള എല്ലാ വ്യക്തികളെ അപ്പന്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവിനോട് ചേർന്നിരിക്കുവാൻ, അപ്പനോട് ചേർന്നിരിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുന്നു. പകൽക്കാലം കേൾക്കുക വചനപ്രകാരം ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ദൈവം ഞങ്ങളുടെ പ്രാർത്ഥനയുടെ യേശുവിന്റെ നാമത്തിൽ ദൈവം ഞങ്ങളുടെ പ്രാർത്ഥനയായി സ്തോത്രം ചെയ്യാം. ദൈവത്തിൻ്റെതായ പദ്ധതി പ്രകാരം നാം ജീവിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യാം. പിതാവ് ദൈവസ്നേഹം നമ്മെ നിരന്തരം ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധ സഹവാസം കൂട്ടായി വിശേഷാൽ ലോകാന്ത്യവരുണ്ടായിരിക്കുമാറാകട്ടെ. ഞാനുടെ മൂത്തം ചെയ്യാം. ആമേൻ. കർത്താവേ,